എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രബിന ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഷൈജേട്ടൻ മീൻ എന്താ വേണ്ടതെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 100 രൂപയ്ക്ക് കൂന്തൾ വാങ്ങിച്ചാൽ മതിയെന്ന് കേട്ടോ. അപ്പോൾ കൂന്തള വാങ്ങിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൂന്തൾ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതാ കൂന്തൾ വൃത്തിയാക്കാൻ എളുപ്പമാണല്ലോ. ചെറുതാണെങ്കിൽ വാങ്ങേണ്ട, വലുതാണെങ്കിൽ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ച കേട്ടോ. അപ്പോൾ നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയും. വലുത് മറ്റേതെന്ന് പറയുമ്പോൾ കുറച്ച് ചെറുതൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ടൈം പിടിക്കില്ല നന്നാക്കാം. അതുകൊണ്ട് അപ്പോൾ ഈ കൂന്തൽ ഉണ്ടാക്കുന്ന റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ എഴുതി. അപ്പോൾ ഷൈജേട്ടനെ ഭീഷണിപ്പെടുത്തി ഞാനിതാ നിർത്തിയാണ്ടാണ് വീഡിയോ എടുക്കുന്നത്. കയ്യിൽ മൂർച്ചയുള്ളൊരായുധമുണ്ട്. അതിനേക്കാൾ എന്താ പറയുക, മൂർച്ചയുള്ള നാവ് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാട്ടോ പാകത്തിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഷൈജേട്ടൻ വീഡിയോ എടുക്കുന്ന ഇടയിൽ ഒരുത്തൻ വന്ന് അമ്മ അച്ചാ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് നോക്കിയപ്പോൾ ഷൈജേട്ടൻ്റെ ഫോൺ എടുത്ത് വന്നത് അവന് കളിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ അവൻ കളിച്ചോട്ടെ എഴുതിയിട്ട് ഷൈജേട്ടൻ എല്ലാം ഓണാക്കി കൊടുത്തു പോയി കേട്ടോ. കൂന്തൽ ഇതാ കഴുകി ഞാനിതാ വെള്ളം വാർത്ത് വെച്ചതിന് ശേഷം ചീനച്ചട്ടിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ടേക്ക് പാകത്തിനുള്ള മുളക് പൊടി, 2.5 സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി അതിലോട്ടേക്ക് എന്ത് ചെയ്യുക, കൂന്തൽ വെന്ത് വരാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കുക കേട്ടോ. ഇത് ഇവിടെ ഇരുന്ന് തിളച്ചോട്ടെ. ഇനി അതിലോട്ടേക്ക് എന്ത് ചെയ്യുക, ചതച്ച വെളുത്തുള്ളിയും കറിവേപ്പിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഗ്യാസിൻ്റെ മറു സൈഡിൽ എന്ത് ചെയ്തു, ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ട് അതിലോട്ടേക്ക് 3 വലിയ ഉള്ളിയും 2 പച്ചമുളക്. ഈ പച്ചമുളക് നല്ല എരിവുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ഒക്കെ എണ്ണം കൂട്ടാം. ഞാൻ എരിവ് കൂടേണ്ട എഴുതിയിട്ട് 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നല്ലോണം എന്ത് ചെയ്യുക, വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കൂന്തൽ ഏകദേശമൊക്കെ ഇങ്ങനെ വെന്തതായി വരുന്നുണ്ട്. ആ വെള്ളം തിളച്ചും വരുന്നുണ്ട്. ഉള്ളി വാട്ടിയിലോട്ടേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ആഡ് ചെയ്തിട്ട് നല്ല വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല പഴുത്ത തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നല്ല വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാനെന്ത് ചെയ്തു, ചെറിയ തീയിലാണ് ഈ ഉള്ളിയെല്ലാം വാട്ടി കൊടുക്കുന്നത്. ഈ തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചു. ആ ആവിയിൽ നല്ലോണം വെന്തോട്ടെ എഴുതിയിട്ട്. അപ്പോൾ ആ ഒരു മൂടി മാറ്റി ആവി ഒന്നായിട്ട് ക്യാമറയിൽ നിന്ന് വന്നു. നല്ലോണം തക്കാളി നല്ല രീതിക്ക് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വേവിച്ച് വെച്ച കൂന്തൽ റോസ്റ്റിൻ്റെ ഈ ഒരു വെള്ളം ഇതൊക്കെ ചേർത്ത് അതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വറ്റിക്കാമെന്നാണ് വിചാരിച്ചത്, പിന്നെ ഞാൻ വേണ്ട വെച്ചു. കാരണം ചോറിലേക്ക് കൂട്ടുമ്പോൾ ഡ്രൈ ആയിട്ടാവില്ല ഉണ്ടാവുക. കുറച്ച് വെള്ളം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കൂട്ടി കഴിക്കാൻ രസമല്ല വേണ്ടിയിട്ട് ഞാൻ വെള്ളം കുറച്ച് വറ്റിക്കാതെ വെച്ചാൽ കേട്ടോ. ഷൈജേട്ടൻ വറ്റിക്കാൻ പറഞ്ഞെങ്കിൽ ഞാനത് ചെയ്യാവുന്നതാണ്. ഉപ്പ് ഇനി പാകത്തിനുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യണേ. ഞാൻ കൂന്തലിലിട്ടിരുന്ന് ഉപ്പ് അപ്പോൾ കറക്റ്റ് പാകം തന്നെ കേട്ടോ. ഇനി 2 കരിവേപ്പില വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അങ്ങനെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോറ് കൂട്ടി കഴിക്കട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന കുറച്ച് ഉരുളക്കിഴങ്ങ് പൊരിച്ചത്, ഉള്ളിക്കറിയും കൂന്തലിൻ്റെ റോസ്റ്റ് ഉപ്പേരിയൊക്കെ കൂട്ടി ഉണക്കലും കൂട്ടി നല്ല പിടിക്കട്ടെ. അപ്പോൾ നല്ലൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.